അല്ലാതെ നന്ദകുമാറിനെ ആര് മൈൻഡ് ചെയ്യുന്നു? അയാളിപ്പോൾ എന്ത് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ചെറിയ മീനല്ലല്ലോ ശോഭാ സുരേന്ദ്രൻ, അവരുടെ ഭാഷ പറയുകയാണെങ്കിൽ. അത് ഞാൻ പറഞ്ഞത് പറയേണ്ട ആവശ്യമില്ല. ആരാണ് ഇത് എല്ലാവരും? പാർട്ടിക്കാരായിട്ടല്ല. ഞാനിപ്പോ നിങ്ങളിപ്പോ നരേന്ദ്രമോദിന്റെ വിഷയം വന്നു, പിന്നെ മുസ്ലിംസിനിടയിലാണെങ്കിൽ ഇപ്പോ കോൺഗ്രസിന്റെ എംപിമാരുടെ ലോക്സഭയിലെ പെർഫോമൻസ് പോരാന്നുള്ളൊരു ഫീൽ ഉണ്ട്. അങ്ങനെ തടഞ്ഞു നിർത്താൻ ആർക്കാണ് ഇവർക്ക് റൈറ്റ് കൊടുത്തത്? ഞാൻ പറഞ്ഞത് ഒരു ഗതാഗത മന്ത്രിക്ക് പോലും ഇല്ലല്ലോ അത്തരത്തിലൊരു റൈറ്റ്. അല്ല, ഈ റൈറ്റ് അവർക്ക് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞോ? കോൺഗ്രസിന് അങ്ങനെ വലിയ ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ UDF വലിയ ഫ്യൂച്ചർ ഉണ്ടാവും. നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചൂടിനേക്കാൾ ചൂടേറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം. ഇനിയിപ്പോൾ ഫലപ്രഖ്യാപനം വന്നാലും ഇത് മഞ്ഞുരുകാൻ സമയമെടുക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് എങ്ങനെ, ഏത് രീതിയിൽ പരിശോധിക്കാം. എനിക്കൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയാണ്. ഫക്രുദ്ദീൻ, നമസ്കാരം. നമസ്കാരം. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പല വിഷയങ്ങളും, അത് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും വരാറുള്ളതാണ്, വിവിധ മുന്നണികൾ പല വിഷയങ്ങളും ഉന്നയിക്കും, അതൊക്കെ ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട് പല വിഷയങ്ങളും. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി പല വിഷയങ്ങളും ഉരുത്തിരിഞ്ഞു വന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയമാണ് കടന്നു പോയത്. അത് ഇനി എങ്ങോട്ടായിരിക്കും അതിൻ്റെ ഒരു പോക്ക്? അല്ല, അതൊന്ന് കലങ്ങി പോയി. കേരള രാഷ്ട്രീയം കുറച്ചു കാലം ഒരു കലങ്ങി മറയലിൻ്റെ ഒരു തലത്തിലേക്കാണ് പോകുന്നത്. കാരണം അടിമുടി ഒരു മാറ്റം മലയാളി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയമാണ് മാറാത്തത്. രാഷ്ട്രീയം മാറാതെ പേടികൊണ്ടാണ്. കാരണം നിങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പം ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ നിയമപരമായി തകർക്കും, അല്ലെങ്കിൽ പോലീസ് ഉപയോഗിച്ച് തകർക്കും, അല്ലെങ്കിൽ 52 വിട്ടുവെട്ടി തകർക്കും. 52 വിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും വിട്ടിന് എണ്ണം പറഞ്ഞ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന് വിചാരിക്കണ്ട. ഇതാണ് കേരളത്തിലൊരു പേടിയാണ് നമ്മളിപ്പം ഭരിക്കുന്നത്. പണ്ട് നമ്മൾ ഭരിച്ച പ്രബുദ്ധതയാണ്, ഇപ്പം പേടിയാണ്. പേടിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാതെ മാറി. അതായത് രാഷ്ട്രീയ പ്രബുദ്ധരായ മലയാളികൾക്ക് പേടിയേറിയോ? മലയാളി ഇപ്പൊ രാഷ്ട്രീയ പ്രബുദ്ധനല്ല. ഒന്നാമത്തത് അവനവന്റെ കാര്യമാണ്. ഒരു കിറ്റ് തന്നാൽ നാളെ പോയി വോട്ട് മാറ്റി ചെയ്യും. ഇതാണ് മലയാളിയുടെ അവസ്ഥ. കിറ്റ് 2000 രൂപ വീട്ടിൽ. അതെന്തുകൊണ്ട് കിറ്റ് കിട്ടിയാൽ പോയി വോട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയിലൊക്കെ ഉള്ള ഒരു പരിമിതി കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? മാത്രം കൊണ്ടൊന്നുമില്ല. മലയാളിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. കിറ്റ് കിട്ടിയോണ്ട് വാങ്ങുന്നതല്ല. ഇത് നമ്മളിവിടെ നമ്മൾ രാഷ്ട്രീയമായ ആളുകൾക്ക് വോട്ട് ചെയ്യുന്നു. ഉപകാരം ചെയ്ത ആളുകൾക്ക് പോലും നമ്മൾ ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രബുദ്ധതയുടെ പുറത്ത് വോട്ട് ചെയ്ത് തോൽപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് കണ്ട് വളർന്നിട്ട് ഒരു തലമുറയാണ് ഇപ്പോഴത്തെ വോട്ടേഴ്സിന് നല്ലൊരു പങ്ക്. അവർ നോക്കും ആ സമയത്ത് തമിഴ്നാട്ടിൽ TV കൊടുക്കുന്നു, ഫ്രിഡ്ജ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ TVയും ഫ്രിഡ്ജും ഒക്കെ മേടിക്കണമെങ്കിൽ ബജാജിൻ്റെ ലോൺ എടുത്ത് കഷ്ടപ്പെടണം. ബജാജുകാരുടെ വായിലുള്ള ചീത്ത ഡ്യൂയൊക്കെ കേൾക്കണം. തമിഴ്നാട്ടിൽ അതില്ല. അരി കിട്ടുന്നു. അപ്പോൾ അവിടെ ഇതൊക്കെ കിട്ടുന്നു, ആളുകൾ വോട്ട് ചെയ്യുന്നു, അവർ പിന്നെ അധികാരത്തിൽ നിന്ന് പിന്നെ സാധനങ്ങൾ കൊടുക്കുന്നു. കേരളത്തിൽ നിങ്ങൾ ആരൊക്കെ നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ആളുകൾക്ക് വരെ തിരിഞ്ഞു കുത്തുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുന്നില്ല, ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. റോഡുകളൊക്കെ തന്നെ ഇപ്പം അടുത്ത കാലത്താണ്. കേരളത്തിൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിന് ശേഷമാണ് കുറച്ചെങ്കിലും വ്യവസായ രംഗത്തൊക്കെ മാറ്റം വന്ന് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്. എന്ത് വന്നാലും സമരം ചെയ്തു. പിന്നെ പുതിയ നെഗറ്റീവ് അപ്രോച്ച് കേരളത്തെ രാഷ്ട്രീയക്കാരെ പറ്റി വന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ഈ കോവിഡ് സമയത്ത് ഒരുക്കിയിട്ട് കിറ്റ് വീട്ടിലെത്തുന്നു, പിന്നെ പെൻഷൻ വീട്ടിലെത്തുന്നു. അപ്പോൾ മലയാളി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗമാണ്. പുറത്തുപോയിട്ട് കഷ്ടപ്പെടും. അപ്പം ഗവൺമെൻറ് പൈസയും കൊടുക്കുന്നു, കിറ്റും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഭക്ഷണം കഴിക്കാം, വെള്ളം അടിക്കുന്നവർ വെള്ളം അടിക്കാം, അല്ലാത്തവന് പിന്നെ വിഷ് കൈനീട്ടം കൊടുക്കാം. 2014 LDFൻ്റെ പരസ്യം പോലെ. അപ്പോൾ മലയാളി ഹാപ്പിയാണ്. അപ്പോൾ മലയാളി നന്ദി കാണിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മലയാളി ഇനിയും വോട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം പ്രബുദ്ധമായി നാട്ടിൽ മാറ്റം വരണം എന്ന രീതിയിലൊക്കെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആ പഴയ മലയാളി തീർന്നു. അതുകൊണ്ട് കാര്യമില്ല, മലയാളിക്ക് മനസ്സിലായി. പിന്നെ ഇവർ 2 കൂട്ടരെയും വെച്ച് നോക്കും. LDFനും UDFനും LDF ആണ് കുറച്ചുകൂടിയും ഭേദം. കാരണം അഴിമതി മറ്റേതിനെ അപേക്ഷിച്ച് കുറവാണ്. മറ്റേത് നിങ്ങൾ 3 പ്രധാനപ്പെട്ട ഘടകകക്ഷികളില്ലേ, ഓരോ വകുപ്പും ഘടകകക്ഷികളുടെ സാമ്രാജ്യം. ഇവിടെ അതല്ല. മാസപ്പടി പോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതുന്ന LDFനെ കുറിച്ചാണ് ഫക്രുദ്ദീൻ പറയുന്നത്. ഞാൻ മാസപ്പടി അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിലൊക്കെ ക്ലാരിറ്റി ഇനി വരേണ്ടതായിട്ടുണ്ട്. അത് ഫൈനലി വരട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങൾ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനോട് ചോദിച്ചത്. മൂപ്പര് എങ്ങനെ പിണറായി വിരുദ്ധനാണല്ലോ. മൂപ്പര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനതിന് മൂപ്പരാണ് വോട്ട് ചെയ്യുന്നത്. കാരണം LDF ഭരിക്കുന്ന സമയത്ത് അഴിമതി ഉണ്ടാവാം, ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് കൊടുത്താൽ കാര്യം നടക്കും, അത് നടന്നിരിക്കും. മറ്റേതല്ല, ഇവിടെയൊക്കെ കൊടുക്കണമെന്ന് ഓരോരോ ഘടകകക്ഷികൾക്കും അവരുടെ സാമ്രാജ്യമാണ് അവരുടെ വകുപ്പുകൾ. ഇവിടെ അതല്ല. ഇവിടെ ഏത് വകുപ്പിലും ഫക്രുദ്ദീൻ പറയുമ്പോൾ LDF ആയാലും UDF ആയാലും നമ്മൾ കൊടുത്തേ പറ്റൂ, എന്നാൽ മാത്രമേ കാര്യം നടക്കൂ. അതൊന്നും ഒഴിവാക്കില്ല. അത്ര എളുപ്പമല്ലേ. അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ അവർ ലീഗലൈസ് ചെയ്തെന്നുള്ളൂ. ഇവിടെ ഇത് ലീഗലൈസ് ചെയ്യുന്ന സംഭവമാണ് ബോണ്ട്. നിങ്ങളെന്താ ബോണ്ട്, ഇലക്ട്രോ ബോണ്ട് ഭയങ്കര കുറ്റം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഇഷ്ടംപോലെ പിന്നെ ഫണ്ട് വരുന്നുണ്ട്, പല താല്പര്യങ്ങൾ കൊടുത്തു. അത് ഇതുവരെ ലീഗലൈസ്ഡ് ആയിരുന്നില്ല.
ഇപ്പൊ അത് ലീഗലൈസ്ഡ് ആയി, ഇപ്പൊ കയ്യും കണക്കുണ്ട്. അതിനാണ് നിങ്ങളിപ്പം കുറ്റം പറയുന്നത്. ഇത് മോഡിക്ക് BJP കൂടുതൽ കിട്ടിയോണ്ടു അത്രോ. ഇനി ഈ ബോണ്ട് വേണ്ടാന്ന് വെക്കുന്ന ആളുകൾക്ക് പൈസ എവിടെ നിന്ന് വരുന്നത്? ആ സോഴ്സ് ഒക്കെ ഒന്ന് വെളിപ്പെടുത്തുക കൃത്യമായിട്ട്. അപ്പോൾ അതൊന്നും കൂടുതൽ നമ്മൾ പറയണ്ട. അഴിമതി ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷൻ എന്ന രീതിയിൽ അമേരിക്കയിലൊക്കെ കിക്ക് ബാക്ക് എന്ന് പറയും. അത് ലീഗലൈസ് ചെയ്തു പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. രണ്ട്, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അതിന്റെ ഭാഗമായി നിൽക്കും. ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് പോലും അത്തരത്തിലുള്ള രീതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്, അറിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞതാണല്ലോ, ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ ആളുകൾക്ക് എവിടുന്ന ഫണ്ട് വരുന്നത്, ഇത്രയും കാശ് എവിടുന്ന വരുന്നത്, എല്ലാത്തിനും റെസീറ്റ് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഞാൻ അതേപ്പറ്റി കൂടുതലൊന്നും അങ്ങോട്ട് പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ LDFന്റെ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പം സോഫ അവരൊരു തീരുമാനം CPM ഒരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം. പിന്നെ ഈ അഴിമതിക്കെതിരെ നമ്മൾ ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യക്ക് അഴിമതിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്. അവരുടെ മുഖ്യമന്ത്രി ഇപ്പം ജയിലിൽ കിടക്കുന്നത് CPM ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കും. അതുപോലെ തന്നെ CPM-ൽ ഒരു ഇപ്പൊ ഈ പറഞ്ഞ തീരുമാനമുള്ള നടപ്പിലാക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. അതിന്റെയൊക്കെ ഒരു ഉദാഹരണമാണല്ലോ EP ജയരാജന്റെ വിഷയമൊക്കെ ഇന്നലെ ഉണ്ടായത്. അല്ല, അത് അവിടെ തന്നെ നിൽക്കണമല്ലോ. ഇത് നാട്ടുകാർക്ക് അലക്കാനുള്ളതാണ് നിങ്ങളെ കുടുംബക്കാരും നിങ്ങളെ പാർട്ടിക്കാരും. പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് അക്കാര്യത്തിൽ. അത് ഇവിടെ വൈരുദ്ധ്യം, രണ്ട് മനുഷ്യന്മാരുണ്ടെങ്കിൽ അവിടെയൊക്കെ വൈരുദ്ധ്യം. പണ്ട് ബൈബിളിലെ കഥ എടുത്തിട്ട് ആപ്പിള് കഴിക്കുന്ന കാര്യത്തിൽ ആദവും ഹവ്വയും തമ്മിൽ, അവയ്ക്ക് ആപ്പിൾ കഴിക്കണം ആദത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെ പോയി ചർച്ചയെ നടത്തി അവസാനമാണ് ആദം സമ്മതിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ. പക്ഷേ ഫക്രുദ്ദീൻ ഈ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് EP ജയരാജന്റെ കാര്യം. EP ജയരാജനുമായി ഇപ്പോൾ ഇലക്ഷന്റെ അന്ന്, തെരഞ്ഞെടുപ്പിന്റെ അന്നാണല്ലോ അദ്ദേഹം സമ്മതിച്ചു തന്നത് ആ വിഷയം. ഞാനും ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ചയുണ്ട്. അത് ഏത് വഴിക്ക് വേണമെങ്കിൽ ആവട്ടെ, എന്താണ് പറഞ്ഞത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ജയരാജനെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ്, തള്ളാതെ കൈപിടിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോഴും അവിടെ ജയരാജനെതിരെ ഉയർന്ന BJP-യിലേക്ക് പോകുന്ന കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് ഉത്തരം പറയാൻ തയ്യാറായത്. അപ്പോഴും ഈ ദല്ലാളുമായിട്ടുള്ള ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചോ അതെന്തിനായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ദല്ലാളിനെ കുറിച്ച് ഒന്നും പറഞ്ഞതേയില്ല. അതെന്തുകൊണ്ടാണ്? അതാണോ ഫക്രുദ്ദീൻ ഉദ്ദേശിച്ചത്? CPM-ന്റെ തീരുമാനങ്ങൾ അത് കൃത്യമായി എന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അപ്പൊ സെക്രട്ടറി അത് പറഞ്ഞു, അതാണോ? അല്ല, ഞാൻ അത് മാത്രമല്ല, CPM-നെ സംബന്ധിച്ച് ഏതൊരു പാർട്ടിക്ക് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥയാവും, പല തീരുമാനങ്ങളും അവസാനം ഈ സാധനം ഉണ്ടാവില്ല. അപ്പോൾ CPM-ഉം BJP ഒക്കെ RSS ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് അങ്ങനെ തീരുമാനമുള്ളതുകൊണ്ട് അത് ആ പാർട്ടിയുടെ ഇന്ത്യയുടെ വിഷയമാണ്. പിന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ പരസ്പരം സംസാരിച്ചു നിൽക്കുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ തൊട്ടുകൂടാത്തതുകൊണ്ട് ഇവരെ ആ പഴയ ഇലക്ഷൻ സമയത്ത് ഈ തൊട്ടുകൂടായി മളിക്കല്ലോ. അത് തന്നെ എത്രത്തോളം നമുക്കൊക്കെ അറിയാലോ, കൂടുതലെ പറ്റി പറയാത്തല്ലത്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരങ്ങളൊക്കെ നടന്നത്. അതിപ്പോ ശോഭാ സുരേന്ദ്രൻ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു ചർച്ചയായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നല്ല നന്ദകുമാരനെ കാര്യം വേണ്ടി ചെയ്യുന്നു, അയാളിപ്പോ എന്ത് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമാണ്. കാരണം ഷീസ് വെരി ഇമ്പോർട്ടൻറ്റ് ലീഡർ ഫോർ BJP is concerned. അപ്പൊ അതുകൊണ്ട് അവരെ പോലെ ഒരാൾ പറയുമ്പോൾ അത് സീരിയസ് ആണ്. പക്ഷെ അവര് തെളിവെടുക്കാൻ അവർ ബാധ്യസ്ഥയാണ്. വെറുതെ അവരാണ് ആരോപണം ഉന്നയിച്ചത്, അപ്പൊ അവരാണ് തെളിവ് കൊടുക്കേണ്ടത്. അവർ പറഞ്ഞല്ലോ തെളിവുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. രാമനിലയത്തിൽ രജിസ്റ്റർ എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ CCTV ഉണ്ടെങ്കിൽ അത് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അതിനവർ ഉത്തരവാദിയാണ്, അവർ ചെയ്യും. അത് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ വിഷയത്തിലേക്ക് ഞാൻ വരാൻ തയ്യാറായതല്ല, പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ EP ജയരാജൻ ഡൽഹിയിൽ പോയതും അല്ലെങ്കിൽ രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തിയതും നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് 2-3 തവണ ശോഭയുമായി കൂടിക്കാഴ്ച നടത്തിയ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് CPM സെക്രട്ടേറിയറ്റിന് ശേഷം സെക്രട്ടറി പറയുന്നത് കേട്ടത്. അങ്ങനെ ഒന്നും ഉണ്ടായേ ഇല്ല എന്ന് EP-യും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പുറത്ത് ദല്ലാൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച്, ദല്ലാൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്, ദല്ലാൾ പിണറായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഡീലിന് വേണ്ടിയാണ് എന്നതിനെ കുറിച്ചോ ഒന്നും അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് ഒരു CPM നേതാവും പറയുന്നത് കേട്ടതേ ഇല്ല. ഫക്രുദ്ദീൻ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നു. ദല്ലാളിനെതിരെ എന്തുകൊണ്ട് പേടിക്കുന്നു? ദല്ലാളിനെ എന്തിനു പേടിക്കുന്നു? നരേന്ദ്രമോദിയെ പറ്റി ആരെന്തൊക്കെ പറയുന്നത്? അങ്ങനെയെങ്കിലും പറയാമല്ലോ. നരേന്ദ്രമോദിയെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞാൽ കേസ് കൊടുക്കണം. കാരണം ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ പിണറായി വിജയനെ ദല്ലാളിനെ പോലെയുള്ള ആളുകൾക്ക് എന്തും പറയാമെന്നാണോ? എന്തിന് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാൻ അവരാളായി പോകുന്നു?
മായ പറഞ്ഞ മായ ഒരു ജേർണലിസ്റ്റാണ്. മലയാളി രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മലയാളിക്ക് കാര്യങ്ങൾ നല്ലപോലെ വ്യക്തമായിട്ടുണ്ട് പ്രകൃതിയിൽ. പ്രബുദ്ധത ഉണ്ടെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ രണ്ടാമത് വ്യക്തമാക്കിക്കോട്ടെ, ഇത് ഇത്ര കാലം ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു വിഷയമാണ്, നമ്മുടെ വിഷയം അതായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അതല്ല, മായ അതല്ല. ലാവ്ലിനൊക്കെ എല്ലാം ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്, സുപ്രീം കോടതി കേസ് ഉണ്ട്, വളരെ കാലം ആളുകൾ പറയുന്നതാണ്. ഇതിപ്പോ നമ്മളെപ്പോഴാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രനൊക്കെ പോലെയുള്ള ഒരാള്, അവരുടെ ഭാഷത്തെ പോലെ ഒരു ചെറിയ മീനല്ലല്ലോ ശോഭാ സുരേന്ദ്രൻ, അവരുടെ ഭാഷ പറയുകയാണെങ്കിൽ അവരെ പോലെ ആളൊക്കെ പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ CPM-ന്റെ പ്രധാനപ്പെട്ട അപ്പൊ ഒരു ചെറിയ വളരെ ചെറിയ മീനായിട്ടുള്ള അപ്പൊ ശോഭാ സുരേന്ദ്രൻ ചെറിയ മീനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെക്കാൾ ചെറിയ മീനായിട്ടുള്ള ദല്ലാളിനെ പോലെ ഉള്ള ഒരാളുടെ കൂടെ EPയെ പോലുള്ള ആൾ കൂട്ടുകൂടി നടക്കുക, അതിൽ അക്കാര്യത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു പോലും ജാഗ്രത പാലിക്കണം അത്തരത്തിലുള്ള. അത് ശരിയായിരുന്നു. അയാളായിട്ട് മാത്രമല്ല, ഈ EP ജയരാജന്റെ സ്വഭാവം അനുസരിച്ചിട്ട്, അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആളുകളുടെ സ്വഭാവം അനുസരിച്ച് അവർ തൂപ്പുകാരന്റെ കൂടെയും കച്ചവടക്കാരന്റെ കൂടെ ഒക്കെ അവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് പിന്നെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ദുർവിനിയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാർട്ടി അതിൽ ഇടപെടാറുള്ളത്. അക്കാര്യത്തിൽ എന്താണ് പാർട്ടി ഇന്റേണലായിട്ട് അവർ വ്യക്തത. ദുർവിനിയോഗം ചെയ്തത് EPക്ക് വേണ്ടിയല്ല, അതല്ല പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്നാണ്. അത് നിങ്ങൾ പറയുന്നില്ല, അത് അവരെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം അല്ല. ശോഭാ സുരേന്ദ്രന്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിക്ക് ഒരു തീരുമാനം മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, ശോഭാ സുരേന്ദ്രനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം ആളുകൾ ഞാൻ കോട്ടിൽ ആളുകൾ നോക്കണം, അഡ്വക്കേറ്റ് ജയശങ്കർ, അതല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര്. പക്ഷെ ദല്ലാൾ ഒരു ഭീഷണി കൂടി നടത്തുകയുണ്ടായി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ. എനിക്ക് പറയാനുള്ള വേറെയും ചില കാര്യങ്ങൾ പുറത്തു വരും എന്ന് വരെ പറയുകയുണ്ടായി. അതൊക്കെ കേൾക്കുമ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ വളരെ താഴ്ത്തിക്കെട്ടി സംസാരിച്ച പാർട്ടി സെക്രട്ടറി അക്കാര്യം കേട്ടതായേ ഭാവിച്ചില്ല. അല്ല, അതെന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ താഴ്ത്തിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ട് പ്രകൃതിയും കരുതുന്നുണ്ടോ എന്നെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇപ്പോൾ നാളെയോ മറ്റന്നാളോ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഇന്നോ ഞങ്ങൾ പിണറായിയെ കാണുകയാണ്, പുറത്തു വെച്ച് മൈക്ക് വയ്ക്കുന്നു പിണറായിക്ക് മുന്നിൽ, ദല്ലാളിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ പറഞ്ഞതുപോലെ അത്ര വ്യക്തമായി ദല്ലാളിനെതിരെ പറയാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടിയോ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? എനിക്കറിയില്ല. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആരാണ് ഈ ദല്ലാള്? ഒരു പാർട്ടിക്കാരായിട്ടല്ല. ഞാനിപ്പോ നിങ്ങളിപ്പോ നരേന്ദ്രമോദിന്റെ വിഷയം വന്നു, ഇങ്ങനെ ഒരു ദല്ലാളിനെ പറ്റി മോഡി സംസാരിക്കും, നിങ്ങളോട് ചോദിക്കാൻ പറയും എനിക്കറിയില്ല. മാത്രമല്ല, നരേന്ദ്രമോദി സംസാരിക്കരുത്, ഇവനെയൊക്കെ എന്തിനാ ആളാക്കുന്നത്? ശരി, പോട്ടെ, നോക്കാം. ഇനിയും വരുന്ന ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ജൂൺ 4 ഇപ്പോൾ റിസൾട്ട് വന്നാലും ഇപ്പോൾ അതിലൊരു വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്, ഈ ദല്ലാള EP ശോഭ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം. അതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്, അല്ലെ? അതൊക്കെ ഇനിയും വളരുകയല്ലേ ഉള്ളൂ ആ വിഷയങ്ങളൊക്കെ. ഞാൻ അതാ പറഞ്ഞു വന്നപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പോയത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളുകൾ എന്തുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിലേക്ക് വരുന്നത് പേടിച്ചിട്ടാണ് ബേസിക്കലി. അപ്പോൾ നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും നിങ്ങൾ വേറൊരു മൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക, സ്വാഭാവികമായിട്ട് വലിയ ഭീഷണി. അതിന് നേരിടാനുള്ള ഗഡ്സ് ഇപ്പോഴത്തെ മലയാളിക്കില്ല. നിങ്ങൾ പറയുന്ന പഴയ സോക്കോൾഡ് പ്രബുദ്ധനായ മലയാളിക്ക് ഗഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മലയാളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഗഡ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പം കേരളത്തിൽ വരുമ്പോൾ UDF സംവിധാനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ ഇലക്ഷനിൽ ഒരു വലിയ തിരിച്ചറിയുന്ന UDF സംവിധാനം ഇല്ലാതാവും കേരളത്തിൽ. ഒരു കോൺഗ്രസ് അങ്ങില്ലാതാവും. രണ്ട് BJP ഇങ്ങനെ എമേർജ് ചെയ്ത് വരുന്നുണ്ട്. BJP എമേർജ് ചെയ്തതിന് BJPയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ BJPന്റെ ഉള്ളിലുള്ള ആളുകളാണ്. അവർ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള ഫീൽ കൊടുക്കുക. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടി പോലെ വേറൊരു പാർട്ടിയായിട്ട് കേരളത്തിൽ BJP അങ്ങനെ ചിത്രമാണ് കൊടുക്കുന്നത്. അത് മാറിക്കൊണ്ട് എനിക്ക് തോന്നുന്നു BJPയിലെ പുതിയ ലീഡർഷിപ്പ് അസ്യൂം ചെയ്ത് വരും. ഇപ്പോൾ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ അവർ ജയിക്കാൻ നല്ല സാധ്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ്. അവർ വ്യത്യസ്തമായ വിഷനുള്ള ആളുകളാണ്. അപ്പം ഒരു റീ എലൈൻമെൻറ്റ് BJP പൊളിറ്റിക്സിൽ വരുന്നതോട് കൂടിയിട്ട് UDF ഇല്ലാതാവുന്നതോടുകൂടി BJP ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള വിവാദങ്ങൾ, ഞാൻ നോട്ട് ടോക്കിംഗ് അങ്ങോട്ട് ഇതെല്ലാം നന്ദകുമാർ അങ്ങനെയുള്ള ആളുകൾ മുമ്പ് വന്നിട്ടുണ്ട്. ആ ടോക്കിംഗ് ഔട്ട് ശോഭാ സുരേന്ദ്രൻ അത്തരത്തെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി മറുപടി കൊടുക്കാൻ CPM പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് CPM ഭയങ്കര ഡിസ്ക്രെഡിറ്റ് ചെയ്യും. കാരണം ഈ CPM RSS ഒക്കെ നിൽക്കുന്നത് ജനങ്ങൾക്ക് ആ പ്രസ്ഥാനത്ത് മതിപ്പ് വിശ്വാസം, കോൺഗ്രസ് പോലല്ല, ഒരു മതിപ്പ് വിശ്വാസം ഇത് ഉള്ളതുകൊണ്ടാണ്. അപ്പം അത് പ്രോപ്പറായിട്ടുള്ള മറുപടി കൊടുത്ത് കൺവിൻസിങ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് CPM-ലും അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ BJPൻ്റെ നിലവിലുള്ള ലീഡർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ മാറ്റം BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ വരികയും BJPൻ്റെ വോട്ട് ഷെയർ വരികയും
ഈ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ്. ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പോളിംഗ് ശതമാനം താഴോട്ട് പോയി. അങ്ങനെ വരുമ്പോൾ ചില ശ്രദ്ധേയ മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ മണ്ഡലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ആരെയും താഴ്ത്തിക്കെട്ടുകയല്ല. എന്നിരുന്നാൽ പോലും നമ്മൾ എടുത്തു പറയുന്ന തൃശ്ശൂരാവട്ടെ, തിരുവനന്തപുരമാവട്ടെ, ആലപ്പുഴയാവട്ടെ, അല്ലെങ്കിൽ വടകരയാവട്ടെ, പത്തനംതിട്ടയാവട്ടെ, ഈ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാണ് പ്രകൃതിൻ്റെ ഒരു നിരീക്ഷണം, രാഷ്ട്രീയ നിരീക്ഷണം എങ്ങനെയാണ്? മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കാണ് മേൽക്കൈ, ആരായിരിക്കും മുന്നോട്ട് വരിക എന്നൊക്കെ പറഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം കൂടി കുറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം അതെങ്ങനെയാണ്? 12 LDF, 6 UDF, 2 BJP. ഈ മണ്ഡലങ്ങളിലോ ഞാനിപ്പോൾ പറഞ്ഞ മണ്ഡലങ്ങൾ ടോട്ടൽ 20 ഔട്ട് ഓഫ് 20. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ മണ്ഡലത്തിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള പഠനം അതിന് ഫൈനലി ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഇന്നലെ ഒന്ന് വന്നിരുന്ന ഒരു അന്തിമം അല്ലാന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ 80% അടുത്ത് പോളിംഗ് വന്നു കഴിഞ്ഞാലാണ് കോൺഗ്രസിന് ഒരു വേവ് ഉണ്ടെങ്കിലേ കോൺഗ്രസ്സുകാർ ജയിച്ചു പറയാൻ പറ്റും. കാരണം നിങ്ങൾ അമ്മൂമ്മയൊക്കെ പോയി വോട്ട് ചെയ്യണം, അവരൊക്കെ പണ്ടത്തെ പ്രാവശ്യം പൊതുവെ കോൺഗ്രസ്സുകാരായിരിക്കും. അപ്പൊ അവര് എന്നാ നമ്മളെ പാർട്ടിക്ക് വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ പിണറായിക്ക് പണി കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ 80% കിടക്കുന്നത്. 79 ശബരിമല വിഷയമായിട്ട് അത് ബന്ധപ്പെട്ടതാണ്. ശബരിമല ഒരു വികാരമായിരുന്നു അത്. അതുകൊണ്ട് കോൺഗ്രസിന് ആ എഡിജില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ BJP മിക്കവാറും കോൺഗ്രസിന്റെ CJPന്റെ കളി വേറെയാണല്ലോ. കോൺഗ്രസിന് സീറ്റ് വയ്ക്കാൻ വേണ്ടി അവർ LDF വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ A ക്ലാസ് മണ്ഡലം ഒഴിച്ചുള്ള സ്ഥലങ്ങൾ. അത് CPM പിണറായിനുള്ള സ്നേഹം കൊണ്ടതല്ല, കോൺഗ്രസ് അതൊരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. പിന്നെ മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ MP മാരുടെ ലോക്സഭയിലെ പെർഫോമൻസ് പോരാന്നുള്ളൊരു ഫീലുണ്ട്. ഏതായാലും ഭരണം കിട്ടാൻ സാധ്യതയല്ല കോൺഗ്രസിന്, പെർഫോമൻസ് പോരാ. ഈ ജോൺ ബുട്ടാസൊക്കെ എന്താ ഭയങ്കര പെർഫോമൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നത്. രണ്ട്, ഈ ലീഗ് ഇനത്തിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന കാര്യം സംശയം. കാരണം അവർക്ക് കോൺഗ്രസ് ഇവിടെ നിന്ന് UDF ഡൗൺ ആയാലും അങ്ങോട്ട് പോകാനുള്ള കാരണം കിട്ടുള്ളൂ. പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം അവരാണ് കേരളം ശക്തരായി പോയി. ഇടുക്കി പോലുള്ള മേഖലയിലൊക്കെ അവർ വളരെ ശക്തമാണല്ലോ. അപ്പോൾ അവർ ഈ പറഞ്ഞ LDF കൂടെയാണ്. അപ്പോൾ അവരുടെ വോട്ടൊക്കെ കൃത്യമായിട്ട് വന്നാൽ LDF, കോൺഗ്രസ് ഒന്നും UDF സംവിധാനം ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഷാഫിനെ പോലെയൊക്കെയുള്ള ചില വ്യക്തിത്വങ്ങൾ വരുന്നത്. അവിടെ ഒരു അവ്യക്തത ഉണ്ട്. പക്ഷേ ഫൈനലി എനിക്ക് തോന്നുന്നു അവിടെ ഈ മുസ്ലിം വോട്ടാണ് ഷാഫി ജയിക്കുകയാണെങ്കിൽ നിർണായകമാകേണ്ടത്. പക്ഷേ ഷാഫി ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് നിയമസഭ ഒഴിവരുന്നു. അത് BJP ജയിക്കുന്ന പേടി ഞങ്ങളെ ആളുകൾക്കുണ്ട്. പുറത്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെയാണ് അതിൻ്റെ പിന്നില്ല, ഒരു പേടി ഉണ്ടാക്കുന്നില്ല. അപ്പം എല്ലാ മുസ്ലിം വോട്ടും ആ രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പം മാത്രമല്ല അവിടെ ഇത് സ്ഥാനാർത്ഥി ഈ പറയുന്ന പോലെ ശൈലജ മറ്റു വല്ലതും വെച്ച് വെക്കും ഭേദമാണ്. ഞാൻ വലിയ സംഭവം നല്ല ശൈലജ, പക്ഷെ അവർ മറ്റു വല്ലതും വെച്ച് ഷീസ് ബെറ്റർ. അപ്പം അതുകൊണ്ട് എല്ലാം തന്നെ LDF അനുകൂലമായിട്ടുള്ളൊരു തരംഗമാണ് ഉണ്ടാകുന്നത്. തരംഗമെന്ന് ഞാൻ പറഞ്ഞില്ല. 10-14 വടകരയും ഈ 10,000 വടകരൊക്കെ ചെറിയ മെജോറിറ്റിയിലേ ജയിക്കും. ആര് ജയിച്ചാലും എനിക്ക് തോന്നുന്നത് ശൈലജ ആയിരിക്കും എന്നാണ്. പിന്നെ എവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ 10,000-20,000 ഡിഫറൻസ് വരാൻ സാധ്യതയുള്ളൂ. കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞു, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറയുന്നതിനെ പണ്ടത്തെ പോലെ ശബരിമല വിഷയത്തിന്റെ പുറത്തൊക്കെ പോയിട്ട് ഒരു വോട്ട് പിണറായിക്കെതിരെ ചെയ്യണം എന്നുള്ള ഫീലിപ്പല്ല. പക്ഷേ ശബരിമല മാറ്റി നിർത്തിയാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ദുർഭരണം എന്ന് തന്നെ പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വന്നിട്ടുണ്ട്. അതിലേറെ കാര്യങ്ങൾ വന്നില്ലേ ഇത്തവണ? പ്രചാരണം ആരംഭിച്ചതിന് ശേഷം പാനൂരൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. എന്താണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് CPM പ്രവർത്തകർ എന്നാണ് പറഞ്ഞത്. അത് ആരാണ് അവിടെ ബോംബ് നിർമ്മിച്ചത്, എന്തിനായിരുന്നു എന്ന കാര്യമൊക്കെ വ്യക്തമല്ലേ? അത് പക്ഷെ അതിന്റെ രക്ഷാപ്രവർത്തനത്തിനാണോ അവിടെ CPM പ്രവർത്തകർ പോയത്? അങ്ങനെ അങ്ങനല്ല. അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് അവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് CPM പ്രവർത്തകരുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാല് അവിടെ നമ്മളെ നാട്ടില് പൊട്ടിത്തെറിയുണ്ടായി. അപ്പൊ നമ്മളെ ആളുകള് ഓടിക്കൂടി സഹായിക്കാൻ പോയതാണ്. ആർക്കും ഒരു അപകടം പറ്റിയാൽ പോയി സഹായിക്കണ്ടേ. അങ്ങനെ സഹായിക്കാൻ വന്ന ആളുകളെങ്കിലും കേസ് എടുത്തു എന്നുള്ള അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതും കേരള പുതിയ കാര്യമൊന്നുമല്ലല്ലോ, RDX ഒന്നും അല്ലല്ലോ. അങ്ങനെ പറയരുത്. പുതിയ കാര്യമല്ല. എന്നിരുന്നാൽ പോലും മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിനെ ആ ഒരു ന്യായീകരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ കാര്യത്തിൽ യാതൊരു പുതുമയുമില്ല. പാർട്ടിക്ക് ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറയാം. ചെറുതല്ല, വലിയ കാര്യം തന്നെയാണത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കം 2 ദിവസമായി. ഇന്നാണ് കുറച്ചൊന്നും അത് ഒതുങ്ങിയത് എന്ന് തോന്നുന്നു. ഇന്നലെ വരെയും അത് വലിയ വിഷയമായിരുന്നു. ഈ സംസ്ഥാന സെക്രട്ടറിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ, സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് സംസാരിക്കാൻ ഇരുന്നതാണ്, അതിൻ്റെ കൂട്ടത്തിലാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞത്, മേയർക്ക്
യാതൊരു ജാഗ്രത കുറവും ഉണ്ടായിട്ടില്ല. അതെല്ലാം KSRTC ഡ്രൈവറുടെ ഭാഗത്തുനിന്നാണ്. ദൃശ്യങ്ങളടക്കം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, CCTV ദൃശ്യങ്ങളടക്കം. അവിടെയും ന്യായീകരണം മാത്രമാണ് ഉണ്ടായത്. ഇതൊന്നും പുതുമയല്ലല്ലോ. CPM ഇങ്ങനെ എന്തൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പൊ CPM-ന്റെ ഈ ഗുണപ്രചരണങ്ങളെ ന്യായീകരിക്കുന്ന രീതി തുടർന്നുകൊണ്ടേ ഇരുന്നാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ നമ്മളൊന്നും വിഡ്ഢികളല്ല എന്ന്. ഇത്തരം കാര്യങ്ങളിൽ CPM വഴി പിന്നെ എന്താണ് വരമ്പത്ത് കൂലി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓരോ സമയത്തും നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയത് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത പല പത്രസമ്മേളനത്തിലാണ് പോകുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കും, എന്തോ പിന്നെ മരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ മുമ്പുണ്ടാക്കും, യുവമോർച്ചയെ ശവമോർച്ചയാക്കും. ഇതൊക്കെ CPM-ന്റെ ആളുകൾ കേട്ട് യൂസ് ടു ആണ്. കോൺഗ്രസ് വന്ന ആളുകൾക്ക് ഞെട്ടലുണ്ടാവും. പക്ഷെ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയുണ്ടായാൽ അതും തങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ആവുമ്പോൾ, ആ ജനപ്രതിനിധി ആവുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ ഒരു വല്ലാത്തൊരു മനോവികാരം അത് CPM-നാണെന്ന് തോന്നുന്നു ഇത്ര ഏറെ ഉള്ളത് മറ്റു പാർട്ടികളെക്കാൾ. അതിപ്പം ചിലപ്പോ ആയിരിക്കാം. എല്ലാ പാർട്ടിക്കാരും ചെയ്യാറുണ്ട്. ചിലപ്പോഴല്ല പ്രകൃതിന് അങ്ങനെ തന്നെയാണ്. അത് കണ്ടതാണല്ലോ. അല്ല, ഞാനങ്ങനെ ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും സ്വന്തം പാർട്ടി കോൺഗ്രസ് ചിലപ്പോൾ തള്ളി പറഞ്ഞു വരും. കാരണം കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം എങ്കിൽ പോലും ആ ഗ്രൂപ്പ് തള്ളി പറയുന്നില്ല. കോൺഗ്രസ് ബേസിക്കലി ഗ്രൂപ്പാണല്ലോ. അങ്ങനെ തള്ളി പറഞ്ഞ് ഞാൻ കണ്ടിട്ടിരുന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഡ്രൈവറോടുള്ള ഒരു തർക്കം, ആ വാഹനത്തിൽ ആ ബസ്സിൽ ഒട്ടേറെ യാത്രക്കാരുണ്ട്, അവർക്ക് പോലും അവിടെ ഇറങ്ങി ഓട്ടോ പിടിച്ചു പോകേണ്ട ഒരു അങ്ങനെ തടഞ്ഞു നിർത്താൻ ആർക്കാണ് ഇവർക്ക് റൈറ്റ് കൊടുത്തത്? ഒരു ഗതാഗത മന്ത്രിക്ക് പോലും ഇല്ലല്ലോ അത്തരത്തിലൊരു റൈറ്റ്. ഇല്ല, അവരത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ ന്യായീകരിക്കുകയാണ് അവരുടെ പാർട്ടി ചെയ്യേണ്ടത്. അതെ, ആ പാർട്ടിയുടെ രീതികൾ അങ്ങനെയാണ്. അതാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു വന്ന സാധനം. ഇപ്പൊ പറഞ്ഞല്ലോ പാർട്ടിയുടെ രീതി അതാണ്. ഈ രീതി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തുള്ള ജനങ്ങൾ. മുമ്പേ അറിയാലോ ഇത് പാർട്ടി ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഒരു കാര്യം പക്ഷെ ഈ അടുത്ത നാളുകളിൽ പ്രത്യക്ഷത്തിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ പോഷക സംഘടനകൾ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ ഇവരൊക്കെ ഇപ്പൊ ആ ജാഗ്രത കുറവ്, അതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ജാഗ്രത കുറവ്. നിങ്ങൾ എന്തും കാണിച്ചോ, ന്യായീകരണങ്ങളൊക്കെ നമുക്ക് വളച്ചൊടിക്കാം, പക്ഷെ ജാഗ്രതയോടെ വേണം. ഇതുപോലുള്ള ദല്ലാളുമാരുടെ കൂടെ നടക്കരുത്. ആര്യ രാജേന്ദ്രൻ രാത്രി പാതിരയ്ക്ക് വണ്ടി തടഞ്ഞിട്ട പോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ മുഖ്യമന്ത്രി. പക്ഷെ അത് മുഖ്യമന്ത്രി പറയുന്നത് പോലെയല്ല. ആ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നതിനേക്കാൾ വിഭിന്നമായി മുഖ്യമന്ത്രിയുടെ ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. അതിനാണല്ലോ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടുന്നത്. ഉപയോഗിച്ചാൽ മതി. നാട്ടുകാർ ഉപയോഗിക്കുന്നില്ലല്ലോ. നോക്കാം, 2016 ഇനിയിപ്പോൾ വരാൻ പോകുകയല്ലേ, ക്ഷമിക്കണം 2026 വരാൻ പോകുകയല്ലേ. വലിയ സംഭവമൊക്കെ ആയിരുന്നല്ലോ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത്. റെക്കോർഡ് ഭൂരിപക്ഷം. ശരി, 2026 വരട്ടെ, നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ പോയാണല്ലോ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം ഇങ്ങനെ മാറി 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 പോവുകയാണ്. വീണ്ടും സംസ്ഥാന ഭരണ വിരുദ്ധതയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ 2 മാസക്കാലമായി കണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. നേരത്തെ പറഞ്ഞല്ലോ അത്ര പ്രബുദ്ധരൊന്നുമല്ല, ഒരു കിറ്റ് കിട്ടിയാൽ ഓടുന്ന ആളുകളാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെയല്ല പ്രകൃതി. നമുക്ക് നോക്കാം, 2026 വരട്ടെ, ഇനിയിപ്പോ സമയമില്ല. ഇപ്പോൾ ഈ റിസൾട്ട് വരും, അത് കഴിഞ്ഞ ഒരു 5-6 മാസം കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് ഈ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാല് ഏതാണ്ട് 26 എങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞുതരാം. അതെ, അത് ഇനിയിപ്പോ ഈ റിസൾട്ടും എങ്ങനെയായിരിക്കുമെന്ന് ഏറെക്കുറെ നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, ധാരണയുണ്ട് നമുക്ക്. പക്ഷെ അതിന്റെ വ്യക്തത വരണോ? നിങ്ങൾ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ ഞാൻ പറയുന്ന പോലെ ഭൗതിക സാഹചര്യങ്ങളാണോ, മായ പറയുന്ന പോലെ എന്താ പറയുക ജനങ്ങളുടെ ഈ പറയുന്ന ആന്റി ഇൻകംബൻസി ആണോ, ഇതാണോ ഈ നിർണായകമായതൊക്കെ നമുക്ക് റിസൾട്ട് വന്നതിന് ഇപ്പൊ ഞാൻ എന്റെ വീക്ഷണം പോകും, നിങ്ങളെ വീക്ഷണം പോകും. റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തുമല്ലോ, അവിടെ നമുക്ക് എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോയ തെരഞ്ഞെടുപ്പുകളിലേക്കാളൊക്കെ വിഭിന്നമായി കുറച്ചൊരു ശ്രദ്ധാ കേന്ദ്രമാക്കിയത് BJP തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇടത് വലത് അതിനപ്പുറത്തേക്ക് ആ ഒരു, പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഒട്ടേറെ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് എന്ന് തന്നെ പറയുന്ന ഇടതും വലതും ഒരുപോലെ ഭയപ്പെടുന്ന സ്ഥാനാർത്ഥികളെ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയുള്ള കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, വലിയ മാറ്റത്തിനുള്ള നാന്ദിയാണ് ഈ ഇലക്ഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റത്തിനുള്ള സാധ്യത, ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അത് ഏറെക്കുറെ നമുക്കൊരു ഊഹമുണ്ട് എങ്ങനെയായിരിക്കുമെന്ന്. അത്
അതിനേക്കാളൊക്കെ ഉപരി 2026 എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലും ഉറപ്പുവരികയാണ്. 26 കാര്യം എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈം നിൽക്കുമ്പോൾ LDF തന്നെ വരും എന്നുള്ള കാര്യത്തിലാണ്. ബി ജെ പി സീറ്റ് കൂടും, നിയമസഭയിൽ BJPയുടെ സീറ്റ് കൂടും. കോൺഗ്രസ് ചിലപ്പം മൂന്നാമത്തെ കക്ഷിയൊക്കെയാവും, ലീഗ് രണ്ടാമത്തെ കക്ഷിയാവും. അതിനൊക്കെയാണ് സാധ്യത. അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ഒരു വിജയം UDF ഉണ്ടാവുകയും ഈ പറയുന്നതിൻ്റെ അതിൽ BJP പ്രതീക്ഷിച്ചതിന് മുന്നേ BJP ഉണ്ടാവാതിരിക്കുകയും വേണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. BJP തോൽക്കണ്ട എന്ന് BJPക്കാർ തോൽക്കണമെന്ന് BJPക്കാർ വിജയിച്ചാൽ പോലും BJPയുടെ സുരേഷ് ഗോപിനെയൊക്കെ ജയിപ്പിക്കണം നാട്ടുകാർക്ക് ഒരു ഫീലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒന്ന് റിവാമ്പ് ചെയ്യാനും സാധ്യത. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ വലിയ ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ UDFന് വലിയ ഫ്യൂച്ചർ ഉണ്ടാവുമെങ്കിൽ നല്ലതാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഓഫുള്ളായിട്ട് ഞാനൊന്നും കാണുന്നില്ല. ഭരണവിരുദ്ധ വികാരം, മോഡി വിരുദ്ധ വികാരമൊക്കെ അല്ലാതെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് വോട്ട് കോൺഗ്രസിന് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ഏതായാലും ഫലപ്രഖ്യാപനത്തിന് ഇനിയും ഒരു മാസം നമുക്ക് കാത്തിരുന്നേ മതിയാവൂ. നോക്കാം എങ്ങനെയാണ് എന്ന്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട് ഫക്രുദ്ദീൻ. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം അത് ശക്തം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത്. നമസ്കാരം.